ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ മൂന്നാറടുത്ത സ്ഥലത്ത് മറയൂർ റൂട്ടാണിത് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു തേയിലത്തോട്ടത്തിൽ വന്നപ്പോൾ ഈ അണ്ണനെ കണ്ടു. ഇവിടെ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സിനെ പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത്. ഇവിടെ ശീമക്കത്രി എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനമുണ്ട്. അത് അതിനെക്കുറിച്ച് അണ്ണൻ പറയും. അണ്ണൻ്റെ പേര് മണിയുണ്ട്. ഇവിടെ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ? നമ്മുടെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ? ഇത് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ശീമക്കത്രിയ. നമ്മുടെ വഴുതനയുടെ ഇനത്തിൽപ്പെട്ട സാധനമാണിത്. ഇതിനെക്കുറിച്ച് ഈ ചേട്ടൻ പറയും. അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചേട്ടൻ പറഞ്ഞു തരും. ചേട്ടാ, ഇത് ഇവിടെ പറയുന്ന പേര് ശീമക്കത്രി. ഇവിടെ പറയുന്ന പേര് ശീമക്കത്രി. ഇത് പണ്ട് തൊട്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരായിട്ട് കൊണ്ടുവന്ന തയ്യാ. അവർ കൊണ്ടുവന്ന് ഇവിടെ നട്ട് പിടിപ്പിച്ചു. ഇത് പ്രഷർ, ഷുഗർ, പിന്നെ നമ്മുടെ രോഗങ്ങൾ അകത്തുള്ള നല്ലതാണ്. രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. പൈൽസിനൊക്കെ നല്ലതാണ്. കറി വെച്ചും കഴിക്കാം. ഇല്ല നമുക്ക് വളർത്തിട്ട് അത് വെച്ചും കഴിക്കാം. ഈ പഴം ശരിക്കും പറഞ്ഞാൽ ഇത് കറി വെച്ചും പച്ചക്കും കഴിക്കാം. പഴുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മുടെ പാഷ ഫ്രൂട്ടിൻ്റെ ഒരു വിത്തുകൾ പോലെയാണിത്. അതൊരു ചെറിയ പുളിപ്പും മധുരമൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റാണിത്. ഇതിപ്പോൾ പഴുത്തിട്ടില്ല, പച്ചയാണ്. ഇപ്പോൾ ഇതിൻ്റെ സീസൺ അല്ല, തീരാറായി. ഇത് പുളിപ്പ്, കയ്പ്പ്, ചെറിയ ചവർപ്പ്, കയ്പ്പ്, പുളിപ്പ് എല്ലാം. അതെ, ഇത് ഷുഗറിന് നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇന്ന് തേടി വന്നേക്കുന്നത്. ഇത് മണികണ്ഠൻ ചേട്ടൻ്റെ തോട്ടമാണ്. ഇത് ചെറിയൊരു അടുക്കള തോട്ടമാണിത്. ഇത് എവിടെ നിൽപ്പുണ്ട്. ഇതാണ് കേട്ടോ. അതിൻ്റെ ചെടിയോട് കൂടി കാണിച്ചു തരാം. ഇതിന് അത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ, ഒത്തിരി വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ കുറേ കായകൾ കിടപ്പുണ്ട്. ഇത് ഇപ്പോൾ മൂത്തതാണോ ചേട്ടാ? അത് മൂക്കാറായി. എൻ്റെ ചേട്ടൻ്റെ തോട്ടത്തിലുള്ള സാധനങ്ങളാണ്. ഇതെന്ത് ചെടിയാണ് ചേട്ടാ? ഇത് ബീൻസ് ഉണ്ട്. ഇവിടെ ബീൻസൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് കൃഷികളുണ്ട്. ചേട്ടൻ മഞ്ഞൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, കാപ്പിയുണ്ട്. സീസൺ കഴിയാറായതുകൊണ്ട് പഴുത്തതൊന്നുമില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇനി ചിലപ്പോൾ മൂന്നാർ ചന്തയിൽ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് ചേട്ടൻ പറഞ്ഞു. എന്നായാലും ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ചന്തയിലൊന്ന് ഇറങ്ങി അന്വേഷിച്ചു. പച്ചക്കറി കടയിൽ ചോദിച്ചപ്പോൾ കിട്ടിയില്ല. അവർ പറഞ്ഞു പഴക്കടയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. എൻ്റെ ഭാഗ്യത്തിന് പഴക്കടയിലുണ്ടായിരുന്നു. 1 കിലോയ്ക്ക് 80 രൂപയാണ്. ഞാൻ 1/2 കിലോയെ വാങ്ങിയുള്ളൂ. പഴുത്തത് ചന്തയിൽ നിന്ന് വാങ്ങിയതാണ്. പച്ച ചേട്ടൻ തന്നുവിട്ടാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. തൊലി മുറിയാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മുടെ തക്കാളി മുറിക്കുന്ന പോലെ തന്നെ തൊലി മുറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം തക്കാളിയുടെ ഉൾവശം പോലെ തന്നെയുണ്ട്. വിത്തുകളൊക്കെ നിറഞ്ഞ് ധാരാളം വിത്തുകളുണ്ട്. മാംസളമായ ഭാഗമാണ്. ഇത് കറി വെച്ച് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ പച്ചയ്ക്ക് പഴമായിട്ട് നമുക്ക് കഴിക്കാം. എന്നാലും പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് ഞാൻ മുറിച്ചിട്ടില്ല. ഇത് കഴിക്കുന്നത് ഇത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് ആ തൊലിയിൽ നിന്ന് വേർപെട്ട് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ ഒന്ന് കടിച്ച് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ജ്യൂസായിട്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് വലിച്ച് കഴിക്കാം. പക്ഷേ എന്താണ്, നമ്മൾ തക്കാളിയുടെ ഒരു ടേസ്റ്റാണ് ഏകദേശം. തക്കാളി ഓൾമോസ്റ്റ് തക്കാളി പോലെ തന്നെ, എന്നാൽ ചെറിയൊരു പാഷൻ ഫ്രൂട്ടിന്റെ പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതനുസരിച്ചാണ് ഞാൻ കഴിച്ചത്. നമുക്കിത് എന്നായാലും ഇതിങ്ങനെ പഴമായിട്ടും കഴിക്കാം, ഇത് കറി വെച്ചും കഴിക്കാം. ഇത് ഷുഗർ പേഷ്യൻസിനും പ്രഷർ ഉള്ളവർക്കും ഈവൻ പൈൽസ് ഉള്ളവർക്കും നല്ലതാണെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അപ്പൊ ഇതൊരു നല്ലൊരു ഔഷധ സസ്യമാണിത്. ഇതെല്ലാവരുടെയും വീട്ടിലൊന്ന് നട്ടുപിടിപ്പിക്കുകയാണ്. ഇത് വർഷങ്ങളോളം നിന്നുള്ളൂ. ഇപ്പം ഒരു വർഷത്തേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു ചെടിയല്ല. ഇതിങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുണ്ടെങ്കിൽ ഒരു കുറേ വർഷങ്ങളൊക്കെ ഇത് സ്ഥിരമായിട്ട് അവിടെ നിന്നോളും. നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് കായ്കൾ കിട്ടുകയും ചെയ്യും. ഇടയ്ക്കൊക്കെ ഒരു പച്ചക്കറിയായിട്ട് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ ഷുഗർ ഉള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.